ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ 14 വയസ്സുകാരനായിട്ടുള്ള വൈഭവ് സൂര്യവംശിയുടെ ഒരു ഇന്നിങ്സ്, അദ്ദേഹത്തിന്റെ 35 ബോളിൽ നേടിയ ഒരു സെഞ്ചുറി, അതിന്റെ ഹാങ് ഓവറിലാണ് ലോക ക്രിക്കറ്റ് എന്നുള്ളതാണ്. കാരണം എസ്പെഷ്യലി ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ്, അതും ലോകോത്തര ബൗളിംഗ് നിരയോട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന്റെ ഹാങ് ഓവറിലാണ് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളായിക്കോട്ടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും വൈഭവ് സൂര്യവംശി നിറഞ്ഞു നൽകുകയാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് സൂര്യവംശിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ മത്സരം നടക്കാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയൊരു സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും അങ്ങനെ ഒരു പിച്ചിലാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ ടോസ് ക്രൂഷ്യൽ ആയിരിക്കും. കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ഡ്യൂവിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ RCB ആദ്യത്തെ 3 വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം കൃണാൽ പാണ്ഡ്യയുടെയും വിരാട് കോഹ്ലിയുടെയും ഒരു ബാറ്റിംഗ് പെർഫോമൻസിൽ വളരെ ഈസി ആയിട്ട് ആ സ്കോർ മറികടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഇന്നത്തെ ഡൽഹിയിലെ പിച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒട്ടും ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഡൽഹി ക്യാപിറ്റൽസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു ബൗളിംഗ് നിരയാണ് KKRന്റേത്, എസ്പെഷ്യലി സ്പിൻ ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ 2 ലോകോത്തര സ്പിന്നർമാർ നിരയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പിച്ച് ഒരുക്കാനായിട്ട് ഡൽഹി ശ്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും 2 തരത്തിലുള്ള പിച്ചുകളാണ് ഇപ്പോൾ അവിടെ കണ്ടുവരുന്നത്. ഒന്നെന്ന് പറയുന്നത് നല്ല ബാറ്റിംഗ് ട്രാക്കുകൾ, നല്ലപോലെ റൺസ് വഴങ്ങുന്ന പിച്ചുകളാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതായാലും എങ്ങനെയായിരിക്കുമെന്നൊക്കെ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവലിലേക്ക് പോവുകയാണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ നിരയിലേക്ക് പോകുമ്പോൾ അഭിഷേക് പോറൽ കഴിഞ്ഞ മത്സരത്തിൽ ആ പവർ പ്ലേയിൽ കാഴ്ചവെച്ച ഒരു നല്ല ബാറ്റിംഗ്, 11 ബോളുകളിൽ 28 റൺസാണ് നേടിയത്. അതുകൊണ്ടാണ് അവർ ആ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിയത്. അതിനുശേഷം വന്ന ബാറ്റർമാർക്ക് ആർക്കും തന്നെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്ത് ഫാഫ് ഡു പ്ലസി ആയിരുന്നു. സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിന്റെ മോശമായിരുന്നു, ഒരു ഇഞ്ചുറി കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. കരുൺ നായർ കഴിഞ്ഞ മത്സരത്തിൽ ഒട്ടും തന്നെ പെർഫോം ചെയ്തില്ല, പെട്ടെന്ന് ഔട്ടായിരുന്നു. അതുപോലെ തന്നെ KL രാഹുലിന്റെയും ഇന്നിങ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ് അദ്ദേഹം കളിച്ചത്. ത്രൈസ്റ്റൺ സ്റ്റബ്സിന്റെ അവസാന ഓവറുകളിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് അവർക്ക് നല്ല ഒരു സ്കോർ സമ്മാനിച്ചത്. ആ ഒരു 15 ഓവറിന് ശേഷം ത്രൈസ്റ്റൺ സ്റ്റബ്സ് നല്ലപോലെ ബാറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് അശുതോഷ് ശർമ്മയാണ്. അദ്ദേഹവും കഴിഞ്ഞ മത്സരത്തിൽ വലിയൊരു പ്രകടനത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അക്സർ പട്ടേൽ നല്ലപോലെ പവർ പ്ലേയിൽ ബൗൾ ചെയ്തിരുന്നു, നല്ല മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. 3 ഓവറിൽ 10 റൺസ് മാത്രമാണ് അക്സർ പട്ടേൽ കഴിഞ്ഞ മത്സരത്തിൽ വഴങ്ങിയത്. ഏതായാലും നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ വിപ്രജ് നിഗം 2 ഡിപ്പാർട്ട്മെന്റിലും നല്ലതാണ്, പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ബോളിംഗിൽ അത്ര പോലെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്പർ 9 പൊസിഷനിൽ മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്കിനെ കഴിഞ്ഞ മത്സരത്തിൽ വേണ്ട പോലെ ഉപയോഗിച്ചില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. നമ്പർ 10 പൊസിഷനിൽ ദുഷ്മന്ത ചമീരയാണ്. നല്ല സ്പീഡുള്ള ബോളറാണ്. 140 കിലോമീറ്ററിന് മുകളിലാണ് അദ്ദേഹം സ്ഥിരമായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നല്ലതായിരിക്കും. ഇനി നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ മെയിൻ സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവ് ആണ്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിലാണെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അത്രത്തോളം നല്ലതായിരുന്നില്ല. അത് തന്നെയാണ് ഡൽഹിയെ പിന്നോട്ടടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് മുകേഷ് കുമാറിനെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ റഹ്മാനുള്ള ഗുർബാസ് 2 മത്സരങ്ങൾ കളിച്ചിരിക്കുന്നു. അദ്ദേഹം 2 മത്സരങ്ങളിൽ ആദ്യ മത്സരത്തിൽ പരാജയമായിരുന്നെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ മഴ മൂലം ഉപേക്ഷിച്ചുകൊണ്ട് ബാറ്റിംഗ് കിട്ടിയില്ല. ഇനി അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നത് സുനിൽ നരേൻ ആയിരിക്കും. സുനിൽ നരേന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അജിങ്ക്യ രഹാനെ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കും. അതുപോലെ നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ അങ്കുഷ് രഘുവംശിയും ഒരു നല്ല ബാറ്റിംഗിന്റെ മിന്നലാട്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വലിയ സ്കോറിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. നമ്പർ 5 പൊസിഷനിൽ വെങ്കടേഷ് അയ്യർ ഒരു നല്ല പ്രകടനങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പ്രൈസ് ടാഗ് അദ്ദേഹത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്പർ 6 പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ റോഹ്മാൻ പവലിനെ യൂസ് ചെയ്തിരുന്നു. റോഹ്മാൻ പവലിനെ അവർ യൂസ് ചെയ്തത് മൊയിൻ അലിക്ക് പകരമായിട്ടായിരുന്നു. മൊയിൻ അലി ഒരു സ്പിന്നറാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും മൊയിൻ അലിയെ ടീമിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ 7 പൊസിഷനിൽ റിങ്കു സിംഗ് ആണ്. റിങ്കു സിംഗിന്റെ പ്രകടനം ഒട്ടും തന്നെ നല്ലതല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. നമ്പർ 8 പൊസിഷനിൽ ആൻഡ്രെ റസലാണ്. ബോൾ കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ റസലിന് സാധിക്കുന്നു. ബാറ്റ് കൊണ്ട് ആ പ്രകടനം ആവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ബോൾ കൊണ്ടുള്ള പ്രകടനങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല അജിങ്ക്യ രഹാനെ എന്നുള്ളൊരു കംപ്ലൈന്റ് ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിരുന്നു.
വൈഭവ് അറോറ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബോളറാണെന്ന് നമുക്കറിയാം. നമ്പർ 10 പൊസിഷനിൽ ഹർഷിത് റാണയായിരിക്കും. ഹർഷിത് റാണയും അതുപോലെ തന്നെ നല്ലപോലെ ഡെത്ത് ഓവേഴ്സിലൊക്കെ എറിയാൻ പറ്റുന്ന ഒരു താരമാണ്. നമ്പർ 11 പൊസിഷനിൽ വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തിയുടെ ഒരു ഫോം വളരെ പ്രധാനപ്പെട്ടതാണ്, എസ്പെഷ്യലി സ്ലോപ്പ് ട്രാക്ക് ആണെങ്കിൽ. ഇനി അവരൊരു ഇമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ചേതൻ സക്രിയയാണോ അതോ ഇതുപോലെ ഏതെങ്കിലും വേറെ താരത്തിനെയാണോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് വളരെയധികം പാളിപ്പോയി എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ലോ വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ബാറ്റിംഗും വളരെ സ്ലോ ആയിപ്പോയി. പ്രധാനപ്പെട്ട 2 താരങ്ങൾ ബാറ്റ് ചെയ്ത് വളരെ സ്ലോയിലായിരുന്നു. ഒന്ന് KL രാഹുലും മറ്റൊരാൾ എന്ന് പറയുന്നത് ഫാഫ് ഡു പ്ലസിയും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു പിച്ച് ആയിരിക്കുമോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു പിച്ച് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റൺസ് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും. പോയിന്റ് പട്ടികയിൽ നല്ല മുകളിൽ നിന്നിരുന്ന ഒരു ടീമാണ് DC, പക്ഷേ കഴിഞ്ഞ മത്സരം തോറ്റിരിക്കുന്നു. ഏതായാലും ബൗളിംഗിലും ഒരുപാട് വീഴ്ചകൾ അവർക്ക് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ സ്പിന്നർമാരിൽ കുൽദീപ് യാദവ് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി KKRന്റെ നിരയിലേക്ക് വരുമ്പോൾ ടോട്ടൽ ഒരു ടീമായിട്ട് പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആ ഒരു മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റർമാരും നല്ല ഫയർ പവർ ആണ് മിഡിൽ ഓർഡറിൽ, പക്ഷേ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ബാറ്റർമാർക്ക് സാധിക്കുന്നില്ല. 3 പ്രധാനപ്പെട്ട താരങ്ങൾ ഈ മത്സരത്തിൽ റോഹ്മാൻ പവലും ആൻഡ്രെ റസലും റിങ്കു സിംഗുമായിരുന്നു. ആ 3 പേരും പെർഫോം ചെയ്യേണ്ടത് അവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ആദ്യം ക്വിന്റൻ ഡീകോക്കാണ് കളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ റഹ്മാനുള്ള ഗുർബാസ് ആണ് കളിക്കുന്നത്. അവിടെ നിന്നും നല്ലൊരു പെർഫോമൻസ് വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫാന്റസി പിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഫാന്റസി പിക്കിലേക്ക് വരുമ്പോൾ അഭിഷേക് പോറലിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. കരുൺ നായരെ ഞാൻ വീണ്ടും ഉൾപ്പെടുത്തുന്നു. മികച്ച ഫോമിലാണ് അദ്ദേഹം. കഴിഞ്ഞ മത്സരത്തിൽ അടിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ്. KL രാഹുലിനെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. നല്ല പിച്ചുകളാണെങ്കിലും അത് സ്ലോ ആയിട്ടുള്ള പിച്ചുകളാണെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത്. അക്ഷർ പട്ടേലിനെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അക്ഷർ പട്ടേലിനെ തന്നെയാണ് ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. കുൽദീപ് യാദവിനെ ഞാൻ ഉൾപ്പെടുത്തുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ചെറിയ രീതിയിൽ ഒരു ഓഫ് കളർ ആയെങ്കിലും നന്നായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മിച്ചൽ സ്റ്റാർക്കിനെ കൂടെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. മിച്ചൽ സ്റ്റാർക്ക് നല്ലപോലെ ഒരു ഡെത്ത് ഓവേഴ്സിൽ ബോൾ ചെയ്യുന്നതുകൊണ്ടും വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന താരമായതുകൊണ്ടുമാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. സുനിൽ നരേനെ ഞാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്ന് ഉൾപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനെയാണ് ഞാൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെ നല്ലപോലെ ഒരു ഓർത്തഡോക്സ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു താരമായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ്രെ റസൽ കഴിഞ്ഞ മത്സരത്തിൽ നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. ബാറ്റിംഗിൽ കൂടെ പെർഫോം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഫാന്റസി പോയിന്റ് ലഭിക്കാൻ സാധ്യതയുള്ള താരമാണ് ആൻഡ്രെ റസൽ. അതുപോലെ തന്നെ ഹർഷിത് റാണ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് വിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു. വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെയാണ്. വരുൺ ചക്രവർത്തിയും നല്ലപോലെ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. പലപ്പോഴും അദ്ദേഹത്തിനെതിരെ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മത്സരം എന്ന് പറയുന്നത് DCയെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലായിരുന്നു. ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പതിച്ചിരിക്കുകയാണ്. KKRനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളാണ്. പ്ലേ ഓഫിലേക്കൊക്കെയുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഈ മത്സരമൊക്കെ ജയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ് KKR ഉള്ളത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആ പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് വരാനുള്ള ഒരു അവസരമായിട്ടായിരിക്കും അവരിതിനെ കാണുന്നത്. ഏതായാലും നല്ല ഒരു മത്സരം പ്രതീക്ഷിക്കാം. പിച്ചിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടോസിന്റെ സമയത്ത് മാത്രമേ നമുക്കത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ലഭിക്കുകയുള്ളൂ. ഏതായാലും നല്ലൊരു മത്സരം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.